എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ദേവൂസ് ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മീനില്ലാത്ത മീൻ പിരിയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ, ഒരു ബോക്സ് തേങ്ങ, പിന്നെ രണ്ട് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു 10-20 വലിയ ചുവന്നുള്ളി ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്, പിന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചി. ഇത്രയും സാധനങ്ങൾ നമുക്ക് മീൻ പീര പോലെ തന്നെ ടേസ്റ്റ് റെഡിയാക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ ഇത് ഞാൻ തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി നന്നായി ചതച്ചെടുക്കുക. ചുവന്നുള്ളി എല്ലാം കൂടി ചതച്ച് നല്ല പീര മാതിരി ചതച്ചെടുക്കുക. മീനില്ലെന്ന് വിചാരിക്കേണ്ട, ഭയങ്കര ടേസ്റ്റാണിത്. മീനില്ലെങ്കിലും നല്ല ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും നമുക്ക് മീൻ പീരയ്ക്ക്. അപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഉഗ്രൻ വിഭവമാണ് ഇത്. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് ഫസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ചട്ടിയുടെ അവിടെ ഒന്നും അടി പിടിക്കാതിരിക്കാനാണ് ഞാൻ ഫസ്റ്റ് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ ആ ചതച്ച് വെച്ചതെല്ലാം കൂടി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. വെളിച്ചെണ്ണയാണ്, പാരച്യൂട്ടിൻ്റെ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഈ മാങ്ങയ്ക്ക് നല്ല പുളിയുള്ള മാങ്ങയാണ്, അതും ഇട്ട് കൊടുക്കാം. ചെറിയതായിട്ട് അരിഞ്ഞേക്കുന്ന മാങ്ങയാണ്. എന്നിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടിട്ട് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ. നമ്മൾ വിചാരിക്കും മീനില്ലെങ്കിൽ ടേസ്റ്റ് കാണില്ലല്ലോ എന്ന്, പക്ഷേ ഈ മാങ്ങയിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലവർ പച്ചമുളക് കൂടുതലിട്ടിട്ട് മുളക് പൊടി ഇടത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം കുറച്ച് മുളകിൻ്റെ ഒരു കളർ ഇഷ്ടം, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു ലേശം വെളിച്ചെണ്ണ പിന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു കഷ്ണം കുടംപുളി ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. കുറച്ച് പുളിയുടെ ടേസ്റ്റും കൂടി ഉണ്ടായാൽ നല്ല ടേസ്റ്റാണ്. ഈ തേങ്ങയിലേക്കൊക്കെ പുളിയൊക്കെ പിടിക്കാൻ കുറച്ചും കൂടി ഒരു കഷ്ണം പുളി ഇടുന്നത് നല്ലതായിരിക്കും. നമ്മൾ മാങ്ങ ഇട്ടുകൊണ്ട് പുളി ഉണ്ടെന്നാലും ഒരു ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി കൈവച്ച് നന്നായി തിരുമ്മി എടുക്കണം. കാരണം ഈ തേങ്ങയിലേക്ക് അതിൻ്റെ എണ്ണയും അതുപോലെ പുളിയെല്ലാം പിടിക്കണമെങ്കിൽ നന്നായി നമ്മൾ കൈവച്ച് ശരിക്കും തിരുമ്മി കൊടുക്കണം. തേങ്ങയിലോട്ട് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ലേശം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ മീനൊക്കെ ഉണ്ടെങ്കിലാണ് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്, വേവുണ്ടല്ലോ. ഇതിപ്പോൾ മാങ്ങ ആയതുകൊണ്ട് അധികം വേവില്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മാങ്ങയൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം കണ്ടോ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെക്കാം. വേവിക്കാൻ വെക്കുമ്പോഴും കുറച്ച് വെള്ളം, അതായത് ഇതിൻ്റെ നിരപ്പിനുള്ള വെള്ളം മതി. അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, നിരപ്പിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. കണ്ടോ, ഇത് കറക്റ്റ് പാകമാണ്. ഇത്രയും വെള്ളം മതി. ആദ്യം വെള്ളം ഒഴിച്ചാൽ ഭയങ്കരവണ്ണം കുഴഞ്ഞിരിക്കും, പീരയായിട്ട് കിട്ടത്തില്ല, കുഴഞ്ഞിരിക്കും. മാങ്ങയും പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ഒരു 10-15 മിനിറ്റ് വേണ്ട, ഇത് പെട്ടെന്ന് ആയിക്കോളും. ഇപ്പം മീനെല്ലാം തിളച്ച് വെള്ളമെല്ലാം പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വറ്റി തുടങ്ങി നന്നായി. അപ്പോൾ ലാസ്റ്റ് ആവാറാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് ടൈമിൽ അത് വറ്റി വരാറാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ എല്ലാം എണ്ണയൊക്കെ ഒഴിച്ച് നന്നായി വറ്റി വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂണൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും വെച്ച് ഇളക്കി കൊടുക്കുമ്പോഴാണെങ്കിൽ തന്നെ അത് മാങ്ങ ഉടയാതെ വേണം ഇളക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ കുറച്ച് ഇതിപ്പോൾ നല്ല ഒരുവിധം നല്ല തോർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതെല്ലാം നല്ലോണം തോർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് മീനില്ലാത്ത മീൻ പീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ 3-4 മിനിറ്റ്സ് എങ്കിലും വീഡിയോസ് കണ്ടിട്ട് മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. തിരിച്ചും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അതുപോലെ ക്രാഫ്റ്റ് വീഡിയോസും ഇടുന്നതായിരിക്കും. പിന്നെന്താ, അപ്പം നമ്മുടെ മീനില്ലാത്ത മീൻ പീര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ.